സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക എന്നത് സാധ്യമല്ല. മനസ്സിലായ? കൃപ വന്നാല് എന്താ കേട്ടത്? സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക എന്നത് സാധ്യമല്ല. സാധ്യമാണോ? അത് കടപ്പുറം പഠിക്കണം, അല്ലെങ്കിൽ സത്യം വളച്ചൊടിക്കും. കണ്ടോ, ഈ വചനമൊക്കെ എടുത്ത് വളച്ചൊടിച്ചാൽ വളരെ എളുപ്പമാണ്, എല്ലാത്തിനും തെറ്റിക്കാം. കണ്ടോ, അതാണ് മിസ്റ്റർ പത്രോസ് പറഞ്ഞത്. 2 പത്രോസ് 1:20-21 വാക്യത്തില് മിസ്റ്റർ പൗലോസ് ആകട്ടെ പറഞ്ഞു, ഓന്നുകുട്ടി കത്തി വെച്ച് വെട്ടി പറഞ്ഞു. 2 കൊറിന്തോസ് 2:17 മായം ചേർക്കാത്ത വചനം. ഇത് കച്ചവടത്തിനുള്ളതല്ല, പണം ഉണ്ടാക്കാനുള്ളതല്ല വചനം, ധനസമ്പാദനത്തിലുള്ള വചനമല്ല ഈശ്വരന്റെ വചനം. ആ വചനം പറയുന്നവർ തന്നെ വിശുദ്ധരായിരിക്കണമെന്ന് 1 തെസ്സലോനിക്ക 2:4 ശുദ്ധ മനസ്സാക്ഷി പാലിക്കണമെന്ന് അപ്പോസ്തല പ്രവർത്തനം 24:16 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23:1 പറയുവാൻ കേൾക്കുന്നവര് എന്ത് ചെയ്യണം? പറയാമോ വചനം? യെശയ്യാ പ്രവാചകൻ 66:2-5 വിറക്കണം. കേൾക്കുമ്പോൾ നമ്മൾ അനുതാപത്തോടെ എഴുതി വേണം കേൾക്കാൻ വചനം. ആദ്യകാലത്തൊക്കെ അങ്ങനെയാണ്. ഞാൻ 4 കൊല്ലത്തോളം ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനുതാപത്തോടെയായിരുന്നു. കണ്ടോ, നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഭർത്താവ് തന്നെ ജീവിച്ചപ്പോ കരഞ്ഞു കാണുന്നു, അല്ലാതെ കരഞ്ഞിട്ടുണ്ടോ? അതെന്തിനെ പറ്റി ഓർത്ത് കരഞ്ഞു? എന്തിനെ ഓർത്ത്? കരയാത്തോണ്ടാ കിട്ടാത്തത്, ഇങ്ങനെ ഇരിക്കണത് കരയാമായിട്ടോ എല്ലാം ഇങ്ങനെ മുതുമക്കന്മാരൊപ്പം ഇങ്ങനെ മത്തടിച്ചിരിക്കാൻ. മത്തായി 26:75 പത്രോസ് പോയി പൊട്ടിക്കരഞ്ഞോ, കർത്താവിനോട് തള്ളിപ്പറഞ്ഞില്ലേ? മത്തായി 26 69-75 ലൂക്ക 22 61-62 മത്തായി പോയി പൊട്ടിക്കരഞ്ഞോ. കണ്ടോ, ചെയ്തുപോയ പാപബോധം, അവിടെയാണ് പാപബോധം വന്നത്. അതാ ഈശോ പറഞ്ഞത് മർക്കോസ് 1:15 അനുഭവിച്ചാൽ മാത്രമേ ഈ സുവിശേഷത്തെ വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കക്ഷത്തിൽ വെച്ച് നടക്കാം, ഇതിന് നല്ലത് ഗീതയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഖുർആനാണെന്ന് പറയാം. കേട്ടിട്ടില്ലേ പലതിന്റെ വർത്തമാനം? ജഡിക മനുഷ്യര്, റോമ 8:7 ജഡിക താല്പര്യത്തിൽ മൊഴിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുകയില്ല, അത് കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. യാക്കോബ് 4:4 ഈ ലോകത്തുള്ള മൈത്രിയാണ്, ഈ ലോകത്തുള്ള മൈത്രി. അതുകൊണ്ട് അവനെല്ലാം മോശത്തരമാണ്. 1 കൊരിന്ത്യസ് 2:14 ദൈവത്തിന്റെ ദാനങ്ങളും പരിശുദ്ധാരുടെ ഫലങ്ങളും ദാനങ്ങളും എല്ലാം അവർക്ക് മോശത്തരമാണ്. അവരതൊന്നും വിശ്വസിക്കില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മാനസാന്തരപ്പെട്ട വന്ന നമുക്ക് 1 കൊരിന്ത്യസ് 1:18 ദൈവ കുരിശിന്റെ വഴി ശക്തിയാണ്. കണ്ടോ, റോമ 1:16-17 വാക്യം. ഈ ശക്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോ കണ്ടോ, അത് ദൈവം വെളിപ്പെടുത്തി തരുന്നു. ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ കരുണ കിട്ടുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് നടക്കണം. കർത്താവേ ഞാൻ പാപിയാണ്, ഇല്ലേ? സങ്കീർത്തനം 32 അത് പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കാണാപ്പെടാൻ അറിയാമോ? സങ്കീർത്തനം 32 കൈവക്ക്. അല്ല, സിനിമ പാട്ട് അറിയുന്നത് കൈവക്കിട്ടുണ്ട്, എല്ലാം നോക്കും, ഇല്ലേ? സിൽക്ക് സ്മിതയെ പറ്റി അറിയാനുള്ള കേട്ടിട്ടുള്ള കൈവക്കാമോ? സകലതും നോക്കും, ഇല്ലേ? പറ. സങ്കീർത്തനം 32 അറിയാനുള്ള കൈവക്കാൻ പറഞ്ഞ ആരുമില്ല. കണ്ടോ, ഈശോ തന്റെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ചെയ്ത സങ്കീർത്തനമാണ് 113-118 ഒന്ന് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ചെല്ലി നോക്കാമോ? ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയിനി ഇതൊക്കെ എക്സ്പീരിയൻസ് വേണ്ടേ, ചെയ്യണ്ടേ? ഇങ്ങനെ ഇരുന്നാ മതിയാ? ചില വീട്ടിൽ ചെന്നിട്ട് സങ്കീർത്തനം 113-118 വരെ വായിച്ച ചിലപ്പോ വീട്ടിലെ കാർന്നേരം ഇരുന്നുണ്ട്, ചിലപ്പോ നിങ്ങളും ഇരുന്നുണ്ട്. ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ വായിക്കുക. ഈശോ അത് കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഈ സങ്കീർത്തനം ചൊല്ലിയത്. 6 സങ്കീർത്തനം ഒന്നിച്ച്. അതാണ് സങ്കീർത്തനത്തിന്റെ ശക്തി. ഈ സങ്കീർത്തനം നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ വരികയാണ്. സങ്കീർത്തനം 119:11 ഇത് ഹൃദയത്തിൽ വരുമ്പോ പാപം ചെയ്യാൻ സാധിക്കില്ല. ഇത് വരാത്തത് കൊണ്ടാണ്. കണ്ടോ,
നിന്റെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് നിന്റെ ഹൃദയം. മത്തായി 6:21 കണ്ടോ? വിഗ്രഹാരാധന എന്തെല്ലാം തരത്തിലുള്ളതാണ് കയറ്റി ഹൃദയത്തിൽ വെച്ചിരിക്കണത് ഇല്ലേ? എവിടെയാണ്? ഇസക്കർ പ്രവാചകൻ 14:1-9 വനത്തില് ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കണമെന്ന് ആലോചിച്ചു നോക്കാം. ഓരോരുത്തരും ഭാര്യയാണ്, ഭർത്താവാണ്, മൂത്ത മകളാണ്, മൂത്ത മരുമകനാണ്, അല്ലെങ്കിൽ ആ പേഴ്സാണോ, അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ടാണോ, എന്താണ് ഇപ്പൊ ഇരിക്കുന്നത് ഓർത്തു നോക്ക്. അതാണ് വിഗ്രഹാരാധന. മനസ്സിലായ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കൊളോസസ് 3:5 ഏറ്റവും വലിയ വിഗ്രഹാരാധന ദ്രവ്യാസക്തിയാണ്. കണ്ടോ? ഈ ആത്മാവിൽ വളരാത്തവൻ പറയും അതാണ് ഇതാണെന്ന് പറയും. ഏറ്റവും വലിയ വിഗ്രഹാരാധന ഈ ദ്രവ്യത്തോടുള്ള ആസക്തിയാണ്, പണത്തിനോടും സ്വർണത്തിനോടും. കണ്ടോ? അതെല്ലാം ദൈവത്തിന് ദാനം മാത്രം, അനേക ദാനങ്ങള്. അതാണ് തോബിത്ത് 4:21 പറയുന്നത്. എന്താണ് ആ തോബിത്ത് 4:21? പ്രവാചകന്മാരെല്ലാം പറയുന്നത് മത്തായി 6:33 ഈശോയും പറയുന്നത്, ആദ്യം എന്റെ നീതിയും എന്റെ ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് തന്നോളാം. തരുമോ ദൈവം? തീർച്ചയായിട്ടും തരും. വയസ്സ് നോക്ക്. തോബിത്ത് 4:21 മകനെ നമ്മൾ ദരിദ്രരായി തീർന്നത് നിനക്ക് ആദ്യം വേണ്ട. മകനെ നമ്മൾ ദരിദ്രരായി തീർന്നത് നിനക്ക് കുറച്ച് നഷ്ടം വന്നെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അത് വന്നു ആദ്യമാണ്. പിന്നെ ഉറക്കവുമില്ല, ഒന്നുമില്ല, എവിടെ ചെന്നാലും ഇത് തന്നെയാണ് സംസാരം അല്ലേ? എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. അതാണ് പറയണത്, നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കും, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അതാണ് പ്രധാനം. അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ, അവിടുത്തെ നീതി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. നിനക്ക് വലുതോ എടുക്കാൻ പറ്റാത്ത സമ്പത്ത് കൈവരും. അവിടെ വരും കേട്ടോ. ടി വി മാറ്റാൻ പറഞ്ഞ ടി വി ആണെന്നല്ലേ? കോട്ടയത്ത് ആ കൊച്ചു മാറ്റാൻ പറഞ്ഞ് മരിച്ചു. ഒണിഡ ടി വി കുഞ്ഞുങ്ങൾ കണ്ടോ? ഒണിടാതെ അർത്ഥം എന്താണെന്ന് പറയാം? ഒണിട 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 എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചു പറയാം. ഒരേ സമയം നമ്മൾ ജീസസ് 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 എന്ന് പറയുന്ന പോലെ ഒണിട ഒണിട ഒണ പറഞ്ഞാല് മറ്റോ ആരെ വിളിക്കുന്നവനെത്തും. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും എന്റെ പിതാവും കൂടി നിങ്ങൾ വന്ന് വാസമുറപ്പിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആരും വാസമുറപ്പിക്കും. അതുകൊണ്ടാണ് ചിലര് കർത്താവിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും. 1 തിമോത്തി 1:19-20 വചനം കൊടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നില്ല. നീ പിടിച്ചോടാ, പൊയ്ക്കോ, കണ്ടോ? അങ്ങനെ കൊടുക്കും. ആ സമയത്താണ് സംഗീതം 107 ആ 10-20 വചനത്തില് നമ്മളെ പീഡിപ്പിക്കാൻ തുടങ്ങും. വായിച്ചിട്ട് അത് വായിക്കുക. സംഗീതം അത് വലിയൊരു ആത്മാക്ക് കേട്ടോ. ഈ സങ്കീർത്തനങ്ങളൊക്കെ വെറുതെ ഉണ്ടായതാണോ? പലരും ഏതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാം അനുഭവങ്ങളാണ്. നിങ്ങൾ സങ്കീർത്തനങ്ങളോട് കടന്നു പോകും. അല്ലെങ്കിൽ നോക്കിക്കോളണം, സംഗീതയിൽ കൂടി കൃപ വരുന്നവരെല്ലാം കടന്നു പോകും. ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചു കൂട്ടും, ലാമന്റേഷൻ നടത്തും. ലാമന്റേഷൻ എന്താണ്? വിലാപങ്ങൾ. എന്റെ കർത്താവേ, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് ഉറക്കമില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ലേ, നോക്കാൻ പറ്റണില്ലേ, കേട്ടോ, കൊന്തയില്ലാൻ പറ്റണില്ലേ, പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ, ഭർത്താവിനെ കാണുന്ന പിശാച് കാണുന്ന പോലെയാണ്, കണ്ടോ, മക്കളെ കാണുന്നത് അങ്ങനെയാണ്. ഈ അവസ്ഥകൾ കൊണ്ടുനടക്കും. അത് എന്തിനാണ്? ദൈവം കൃപ വർദ്ധിപ്പിക്കാനാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാണ് ലാമന്റേഷൻ, വിലാപങ്ങൾ. 1-5 അധ്യായവും വായിക്കണം. അതാണ് കരഞ്ഞും കൊണ്ടൊക്കെ നടക്കുന്നത്. ഇപ്പൊ പലരും പാപം ചെയ്ത് നടക്കുന്നില്ലേ? അവർ നടക്കട്ടെ, അവർക്കും ദൈവം കൃപ കൊടുക്കുന്ന സമയം വരും. റോമ 11 30-39 വനത്തില് അവര് വരുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലായിരിക്കുമോ പുറകിലായിരിക്കുമോ? നിങ്ങളുടെ മുമ്പിലായിരിക്കും. ചിലപ്പോൾ അളിയനായിരിക്കും, കുട്ടിച്ചു നടക്കുന്ന അളിയൻ.
കണ്ടോ? ഇല്ലേ, ഏറ്റവും കുടിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ഇല്ലായിരുന്നോ? എന്താ ഇപ്പൊ പോകാത്തത്? ഇപ്പൊ എന്റെ ക്ലബ്ബ് വേണ്ടേ? എത്ര കൂട്ടുകാരാണ് ക്ലബില്? വല്ല ഉണ്ടോ ഇപ്പോ? നീ വരുമോ? വലിയല് നിങ്ങളെ കാണുമ്പോ തന്നെയാണ് ഒരിക്കല്. ഈ കൃപ വരുമ്പോ, കൃപയാണ് എല്ലാത്തിനും പേര്. കൃപ ആരാണ്? ഈശോ. യോഹന്നാൻ സുവിശേഷം 1:14-17 വരാം. കണ്ടോ? അത് ലൗകിക ജീവിതമാണ്. നമ്മള് ആത്മീയ ജീവിതത്തിലോട്ട് വലിയാണ്. തിത്തോസ് 2:11 ആ 14 വരെ വന്നത് വായിച്ചണ്ടേ? ആ വായിക്കുക. തിത്തോസ് വേദവെടുക്കുന്നതൊക്കെ മറിച്ച് പഠിക്കണമെന്ന് എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കാര്യത്തിന് വീട്ടിൽ ചെന്നിട്ട് കുറെ സമയം ഗുരുവിനെ കാണാപ്പുറം പഠിക്കുക. ആദ്യത്തെ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലേ? പഴയ നിയമങ്ങൾ ആദ്യത്തേത്. രണ്ടാമത്തെ എന്താണ്? മൂന്നാമത്തെ എന്താണ്? ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് രാത്രി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? കടം പൊട്ടി കിടന്നിട്ട് ഇതൊന്നും ആലോചിച്ച് നോക്കുക. പുതിയ നിയമത്തിൽ ആദ്യം എന്താണ്? യോഹന്നാനാണ്? മത്തായിയാണ്? മത്തായി. രണ്ടാമതാരാണ്? മാർക്കോസ്. മൂന്നാമതാരാണ്? ലൂക്ക. നാലാമതാരാണ്? യോഹന്നാൻ. കണ്ടോ? അവിടെ വെച്ചത്. പിന്നെന്താണ് തുടങ്ങുന്നത്? അപ്പോസ്തലൻ. ഈ അപ്പോസ്തല പ്രവർത്തനമാണ് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലായ? അന്ന് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ തുടങ്ങിയിരിക്കുക നമ്മള്. കണ്ടോ? അതാണ് കൃപ. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ നമ്മളുടെ മരണം രക്തം ചിന്തിയായിരിക്കും. അതാണ് ഈ കൃപ എന്നാല്. പേടിയുണ്ടോ? പേടിയുള്ളവരൊക്കെ വേഗം പോവും. ഞാൻ പണക്കാരത്തിയാണ് എന്നും പറഞ്ഞ് ഇതൊക്കെ എടുത്തിട്ട് പോയിട്ടില്ല. ഞാൻ പണക്കാരനാണ്, ഇരിക്കാം. കണ്ടോ? അതുകൊണ്ടാണ് പണക്കാരും നല്ല സ്പിച്ച് ജീവിക്കുന്നവരെ എങ്ങോട്ടാണ് പോകുന്നത്? അതെങ്ങനെ പോകും? സമാധാനത്തോടുകൂടെ. ജോബ് 21:13 അങ്ങനെ പോണോ? നല്ല തീറ്റയും കൂട്ടിയും ഒക്കെ കിട്ടിയിട്ട് പാതാളത്തിലോട്ട് പോണോ? പാതാളം ആരുടെയാണ്? മറ്റവന്റെ സ്ഥലമാണ് കേട്ടോ. നല്ല തീ കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ പാതാളം കണ്ടോ, അങ്ങോട്ട് പോകും. അല്ലാത്തവരോ വെളിപാട് 3:21 പോകും. ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, ഇതെല്ലാം ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ സഭകൾ, ഓരോ സഭകളിലും ഇത്രയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എത്ര വിശുദ്ധരാണ്! പല വിശുദ്ധരുടെ പേര് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. വിശുദ്ധരാർക്കും വേണ്ട. കണ്ടോ? നമ്മൾ വിളിച്ചിരിക്കുന്ന എഫേസസ് 4:12-13 വാക്യത്തില് നമ്മുടെ പ്രവർത്തനം വിശുദ്ധരെ സൃഷ്ടിക്കലാണ്, വിശുദ്ധരെ ഉണ്ടാക്കലാണ് ലോകത്തില്. അതിനാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ തോത്രക്കാഴ്ച പാടിക്കാനും കഴിവെക്കാനും ഒന്നുമല്ല. വിശുദ്ധരെ സൃഷ്ടിക്കണം. വചനം തന്ന്, വചനത്തിൽ കൂടി, വചനത്തിന് ശക്തി അറിഞ്ഞ്, വചനം മാംസമായി യോഹന്നാൻ 1:14. വചനത്തിൽ നിങ്ങൾ വരണം. നിങ്ങൾ വചനം വന്ന് മാംസമാവുമ്പോൾ പഴയ ആള് മാറിപ്പോവും. അതാ പൗലോസ്ലീഹ പറഞ്ഞ 2 കൊരിന്ത്യർ 5:17 പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം പോയി. ഇനി പഴയ ഭാവം പറഞ്ഞിട്ട് നടക്കുമോ? ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഓർമ്മയില്ല, എല്ലാം പോയി, മറന്നുപോയി. ദൈവം എടുത്ത് മനുഷ്യനെ കളഞ്ഞു. കണ്ടോ? 65:17-25 വരത്തില് പുതിയ സൃഷ്ടിയാണ്. കണ്ടോ? എല്ലാവരും. അത് ഇനി ദുഃഖം ഉണ്ടാവുമോ? കണ്ടോ? അതാണ് ആ പ്രവാചകൻ 11:5-10 വരത്തില് ആരൊക്കെ ഒന്നിച്ചു കിടക്കുന്നു നമുക്ക് വായിക്കുക. അമ്മായിയമ്മ മരുമകളും കൂടി ഇപ്പൊ കിടക്കുക. ഒന്ന് മരുമകൾ വന്ന് അമ്മായിയമ്മയുടെ കൂടെ കിടത്തുക. അമ്മായിയമ്മ ഈശോ വന്നാലോ മോളെ നീ കിടന്നോന്ന് പറയാം, ഇല്ലേ? അല്ലെങ്കിൽ വേറെ ആളായിട്ടേ കാണുള്ളൂ. അവിടെ നിങ്ങളാണെങ്കിലോ തല്ലി പുറത്തിടും, ഇല്ലേ? മരുമാൻ അടുത്തെങ്ങാനും വന്ന് കാണാൻ വേണ്ടി ചിലപ്പോ അല്ലേ, അവൻ കുടിക്കണമെന്നും പറഞ്ഞു മരുമാൻ. അവൻ കുടിക്കണം.